അടിമുടി വീഴ്ച ഉണ്ടായിട്ടുണ്ട്. 1.5 മാസം കൊണ്ടൊക്കെ ഒരാൾ ജയിൽ ചാടാൻ തീരുമാനിക്കുമ്പോൾ, പ്രത്യേകിച്ച് അതീവ സുരക്ഷാ സെല്ലിൽ ജയിൽ ചാടാൻ തീരുമാനിക്കുമ്പോൾ ഒരു സൂചനയെങ്കിലും ജയിൽ അധികൃതർക്ക് ലഭിച്ചില്ലെങ്കിൽ അതൊരു വലിയ വീഴ്ചയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥരും ഈ പറഞ്ഞ ജയിൽ ഉദ്യോഗസ്ഥരുമൊക്കെ ഉറങ്ങാൻ കിടന്ന സമയത്ത് ഗോവിന്ദച്ചാമി ഉണർന്നിരുന്നു, പുറത്തേക്ക് ചാടി എന്നല്ല മനസ്സിലാക്കേണ്ടത്. സുഹേൽ, അത് തന്നെയാണ്. ഈ ജയിൽ ഉദ്യോഗസ്ഥരൊക്കെ രാത്രി ഉറങ്ങാൻ പാടുണ്ടോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പോലെയോ മറ്റേതെങ്കിലും ഒരു സർക്കാർ സ്ഥാപനം പോലെയോ ഒന്നുമല്ല ജയിൽ. 24 മണിക്കൂറും പോലീസിന്റെ അല്ലെങ്കിൽ വാർഡന്മാരുടെ സർവേലൻസ് ഉണ്ടാവേണ്ട, അവരുടെ സുരക്ഷാ പരിശോധനകളൊക്കെ ഉണ്ടാവേണ്ട ഒരു സ്ഥാപനമാണ് ജയിൽ എന്ന് പറയുന്നത്. അവിടെയാണ് ഇത്തരത്തിലൊരു സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുള്ളത്. കാരണം ഒരു ദിവസം കൊണ്ട് മാത്രമല്ല ഇത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചതും ഗോവിന്ദച്ചാമി പുറത്ത് ചാടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളതും എന്നത് പകൽ പോലെ വെളിച്ചത്ത് വന്നുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ബോധ്യമായിട്ടുള്ള കാര്യമാണ്. നിരവധി നാളുകൾ, ഒരു 1.5 മാസം നീണ്ടു നിൽക്കുന്ന കാലയളവിൽ ഗോവിന്ദച്ചാമി കൃത്യമായി ആസൂത്രണം നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ഈ ജയിൽ ചാട്ടം എന്ന കാര്യത്തിൽ അത്തരത്തിലുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതിന് സഹതടവുകാരുടെ പിന്തുണ ലഭിച്ചിട്ടുണ്ട്, സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളും ലഭ്യമായിട്ടുണ്ട്. അതായത് ഒരുപാട് നാളുകളായിട്ട് ഗോവിന്ദച്ചാമി ഈ തന്റെ ജയിലുള്ള അല്ല കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ള വാർഡന്മാർ ഉറങ്ങുകയാണോ ഉണരുകയാണോ, ഏത് സമയത്ത് ഉറങ്ങും, ഏത് സമയത്ത് ഉണരും എന്നതിനെ സംബന്ധിച്ച് ഗോവിന്ദച്ചാമിക്ക് കൃത്യമായ ഒരു കണക്കുണ്ടായിട്ടുണ്ടാവണം. അങ്ങനെയാണ് ഇയാൾ ഇത്തരത്തിലുള്ള ഒരു പദ്ധതി നടപ്പിലാക്കിയത് എന്ന് വേണം നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട്. കാരണം ഒരുപാട് നാളത്തെ ആസൂത്രണം ഇവിടെ നടപ്പിലാവുന്നുണ്ട്. അയാൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടാവണം ഈ വിഷയത്തെ പറ്റി എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ആദ്യഘട്ടത്തിലൊക്കെ ഈ ബ്ലേഡ് ഉപയോഗിച്ച് കമ്പി മുറിക്കുന്ന സമയത്ത് ഒച്ച കേൾക്കില്ലേ, അതിനെ മറികടക്കാൻ എന്താണ് ചെയ്യേണ്ടത്, ഈ ബ്ലേഡ് എവിടെ നിന്ന് സംഘടിപ്പിക്കും, ഇവിടെ ഇത് കമ്പി മുറിച്ച് പുറത്ത് കടന്നു കഴിഞ്ഞാൽ തന്നെ എങ്ങോട്ടേക്കായിരിക്കും പോവേണ്ടത്, അങ്ങനെ മതിലിനടുത്തെത്തിയാൽ അയാൾ ഈ പറഞ്ഞതുപോലെ ശാരീരിക അവശതകൾ നേടുന്ന ഒരു വ്യക്തിയാണ്, ഒരു കൈ ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. അങ്ങനെ മതിലിനടുത്ത് എത്തിക്കഴിഞ്ഞാൽ 7.5 മീറ്റർ ഉയരമുള്ള ഒരു മതിൽ ചാടിക്കടക്കാൻ സാധിക്കുമോ, ചാടിക്കടക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അത് മറികടക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ തന്റെ കയ്യിൽ വേണം, ഇത്തരത്തിലുള്ള കണക്കുകൂട്ടലുകളും പഠനങ്ങളും ഒക്കെ ഒരുപക്ഷെ ഗോവിന്ദച്ചാമി നടത്തിയിട്ടുണ്ടാവാം. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ജയിൽ ചാട്ടമൊക്കെ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്തു. അതിൽ ഗോവിന്ദച്ചാമി വിജയിച്ചിട്ടുണ്ട്. എന്തായാലും ജയിൽ വാർഡന്മാരെ, ജയിൽ അധികൃതരെ കൃത്യമായി പറ്റിക്കാനും കബളിപ്പിക്കാനും അല്ലെങ്കിൽ അവരുടെ കെടുകാര്യസ്ഥതയെ ഉപയോഗിക്കാനും ഗോവിന്ദച്ചാമിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം 6:30-ക്ക് ശേഷമാണ് പോലീസിന് കണ്ണൂർ ടൗൺ സ്റ്റേഷനിലേക്ക് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതുമായി ബന്ധപ്പെട്ട വിവരം ലഭിക്കുന്നത്. തുടർന്ന് 2.5 മണിക്കൂറിനകം തന്നെ ഗോവിന്ദച്ചാമിയെ പിടികൂടാൻ സാധിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇവിടെ നിന്ന് ട്രെയിനിൽ കയറി മറ്റു സ്ഥലത്തേക്ക് പോവുക എന്നൊരു ഉദ്ദേശം ഗോവിന്ദച്ചാമിക്ക് ഉണ്ടായിരുന്നു. ജയിലിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതായിരുന്നു അയാളുടെ ഉദ്ദേശമെന്നാണ് പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായിട്ടുള്ളത്. ഗുരുവായൂരിലോ മറ്റോ പോയി മോഷണം നടത്താനുള്ളൊരു പദ്ധതി കൂടി ഇയാൾ നടപ്പിലാക്കിയിരുന്നു എന്നൊരു വിവരം ലഭിക്കുന്നുണ്ട്. അതും പക്ഷേ കൃത്യമായി പറയാൻ വേണ്ടി സാധിക്കില്ല. അത്തരത്തിലുള്ള സൂചനകളൊക്കെ നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്നു. അത് ഉറപ്പിച്ച് പറയണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഉന്നത ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകളെ കാണണം. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഗോവിന്ദച്ചാമിയെ ടൗൺ സ്റ്റേഷനിൽ നിന്ന് ഇറക്കും. വീഴ്ച സംഭവിച്ചു ജയിൽ ഉദ്യോഗസ്ഥർക്ക് എന്നുള്ള കാര്യത്തിൽ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം, ജയിൽ ഉപദേശക സമിതി അംഗമൊക്കെ ആയിട്ടുള്ള P. ജയരാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ തുറന്ന് സംഭവിച്ചു. തുടർ നടപടികൾ ഉണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകുന്നുണ്ട്. സുഹൈൽ.